ഹലോ, അസ്സാം വലൈക്കും. ഇന്നൊരു കുട്ടി ക്യൂട്ട് വർക്ക് കാണിച്ചു തരട്ടെ. ഇന്നത്തെ വർക്ക് ചെയ്യാൻ എടുത്തിരിക്കുന്ന സംഭവം കണ്ടാൽ ചിലപ്പോൾ നിങ്ങൾക്ക് ദേഷ്യം വരും. എന്താണെന്ന് വെച്ചാൽ സൺഫ്ലവർ സീഡാണ് കേട്ടോ. കഴിക്കാനുള്ള സാധനം എടുത്താണോ ഈ വക പരിപാടിയൊക്കെ ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ ഇത് കുറേ ആയി എൻ്റെ ഇരിക്കുന്നു. കഴിക്കാനുള്ള ആ ഒരു ടേസ്റ്റും കാര്യങ്ങളൊക്കെ മാറിയിട്ട് കഴിക്കാൻ പറ്റാണ്ടായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ കളയാനുള്ള മനസ്സ് വരാത്തതുകൊണ്ട് കുറേ ആയിട്ട് സൂക്ഷിച്ചു വെച്ചേക്കുവാണ്. എന്താ ചെയ്യേണ്ടതെന്നൊരു ഐഡിയ ഉണ്ടായിരുന്നില്ല. ഇപ്പോഴാണ് ഇതിനൊരു ഉപയോഗം വന്നത്. ഒരു ബൾബ് കത്തിയത് കേട്ടോ. അപ്പം നമുക്കത് ആ വർക്ക് ചെയ്തെടുക്കാം. പിസ്ത ഷെല്ല്, അതുപോലെ പുളുങ്കുരു, അങ്ങനെയൊക്കെയുള്ള ഐറ്റംസ് വെച്ചിട്ട് ഞാൻ ക്രാഫ്റ്റ് വർക്കുകൾ ചെയ്തിട്ടുണ്ട്. ഈ ഒരു സംഭവം വെച്ചിട്ട് ഇതുവരെയും ചെയ്യാനുള്ളൊരു അവസരം കിട്ടിയിട്ടില്ല. ഇപ്പോഴാണ് അതിനൊരു അവസരം വന്നതും ഒരു ഐഡിയ വന്നതും. അപ്പോൾ ഇന്ന് ചെയ്തെടുക്കുന്ന വർക്ക് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടതാണ് കേട്ടോ. ഫൈനൽ റിസൾട്ട് കണ്ടിട്ട് എനിക്കൊത്തിരി സന്തോഷം തോന്നിയൊരു വർക്കാണ്. നിങ്ങൾക്കും ഇഷ്ടപ്പെടും എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ നിങ്ങളൊന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. വീട്ടിൽ ഒരു ജോലി ഇല്ലാത്തതുകൊണ്ടാണോ ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ ചെയ്തു കൂട്ടുന്നത്, അല്ലെങ്കിൽ എന്തിനാണ് വീട് അലങ്കോലപ്പെടുത്തുന്നതെന്നൊക്കെ ചോദിക്കുന്ന ആൾക്കാരുണ്ട് കേട്ടോ. പെയിൻ്റ് അടിച്ച വീഡിയോയൊക്കെ ഇട്ടപ്പോൾ കുറേ പേര് നല്ല കമൻറ്റാണ് പറഞ്ഞെങ്കിൽ കുറേ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു വെറുതെ ആ വൈറ്റ് അടിച്ചിട്ടിരുന്ന ഭാഗം വൃത്തികേടാക്കി എന്നൊക്കെയുള്ള കാര്യം. പക്ഷേ നേരിട്ട് കണ്ട ഒരുപാട് പേരും, അല്ലെങ്കിൽ കണ്ട എല്ലാവരും എനിക്ക് നല്ല അഭിപ്രായമാണ് കേട്ടോ പറഞ്ഞിട്ടുള്ളത്. നല്ലതാണ്. എനിക്ക് പേഴ്സണലി ഒരുപാട് സന്തോഷം തരുന്ന വർക്കുകളാണ് ഞാൻ ചെയ്യുന്ന ഓരോ കാര്യങ്ങളും. അതാണല്ലോ വേണ്ടത്. വീട്ടിൽ പ്രത്യേകിച്ച് ജോലികളൊന്നും ഇല്ലേ എന്ന് ചോദിക്കുന്നവരോട് ഒരുപാട് ജോലിയുണ്ട്. വീട്ടുജോലി നിങ്ങൾക്കറിയാമല്ലോ. ഒന്ന് തീരുമ്പോൾ മറ്റൊന്നെന്നുള്ള രീതിയിൽ വന്നുകൊണ്ടേയിരിക്കും. മക്കളുടെ കാര്യം, ഇക്കാടെ കാര്യം, ഇക്കാടെ വാപ്പാടെ കാര്യങ്ങൾ. അതിന് പുറമേ വീട്ടിലെ ക്ലീനിങ്ങും പരിപാടികളും ഒക്കെ വേറെയും ഉണ്ട്. അതുമാത്രമല്ല, വരുമാനത്തിന് വേണ്ടി സ്റ്റിച്ചിങ്ങും ഹെയർ ആക്സസറീസും യൂട്യൂബ് ചാനലും ഒക്കെ കൊണ്ടു നടക്കുന്നുണ്ട് കേട്ടോ. അതിൻ്റെ കൂട്ടത്തിൽ ഇതുപോലുള്ള വർക്കുകളാണ് എനിക്ക് ഏറ്റവും സന്തോഷം തരുന്നത് എങ്കിൽ ഞാനത് മാറ്റി നിർത്തേണ്ട കാര്യമില്ലല്ലോ. അതിന് വേണ്ടിയിട്ടുള്ള സമയം ഞാൻ എവിടെന്നെങ്കിലും കണ്ടുപിടിക്കും. കുറേ സമയമെടുക്കും നമുക്ക് ഈ ക്രാഫ്റ്റ് വർക്കുകളൊക്കെ കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. ചിലപ്പോൾ ഞാൻ ഒരു വർക്ക് തന്നെ ഒരു 3-4 ദിവസം എടുത്തായിരിക്കും കംപ്ലീറ്റ് ചെയ്യുന്നത്. ഒരാഴ്ചയെ കൂടുതലെടുത്ത് കംപ്ലീറ്റ് ചെയ്യുന്ന വർക്കുകളും ഉണ്ട് കേട്ടോ. ഒഴിവ് സമയങ്ങളനുസരിച്ചിട്ട് കുറേശ്ശെ ചെയ്ത് വെച്ചായിരിക്കും ഓരോ വർക്കും കംപ്ലീറ്റ് ചെയ്യുന്നത്. പക്ഷേ അതിൻ്റെ ഫൈനൽ റിസൾട്ട് കാണുമ്പോൾ കിട്ടുന്നൊരു സന്തോഷമുണ്ട്. അത് ഈ സ്റ്റിച്ച് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന വരുമാനത്തിനെക്കാട്ടിയും ഹെയർ ആക്സസറീസ് കൊടുക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന വരുമാനത്തിനെക്കാട്ടിയൊക്കെ ഭയങ്കര മൂല്യം ഞാൻ കാണുന്നുണ്ട് ഈ ഒരു ക്രാഫ്റ്റ് വർക്കുകൾ ചെയ്യുമ്പോൾ കിട്ടുന്ന ഒരു സന്തോഷത്തിന് കേട്ടോ. നമുക്കത് പറഞ്ഞറിയിക്കാൻ പറ്റാത്തൊരു സന്തോഷമാണ് അതിൽ നിന്ന് കിട്ടുന്നത്. അപ്പോൾ ഇത് ഈ ഒരു കുട്ടി വർക്കാണ് ഞാൻ കുറേ സമയമെടുത്ത് കംപ്ലീറ്റ് ചെയ്തത്. ഇതുപോലുള്ള വർക്കുകൾ ചെയ്ത് വെക്കുമ്പോൾ വീട്ടിലോട്ട് വരുന്ന ആൾക്കാർ നമുക്ക് തരുന്ന ഒരു കോംപ്ലിമെൻ്റ് ഉണ്ട്. നന്നായിട്ടുണ്ട് എന്നവർ പറയുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു ഇതുണ്ടല്ലോ. അതുപോലെ യൂട്യൂബിൽ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾ തരുന്ന ഓക്കെ അടിപൊളിയാണ് എന്ന് പറയുമ്പോൾ നമുക്ക് കിട്ടുന്നൊരു സന്തോഷമുണ്ട്. അതൊക്കെ തന്നെയാണ് ഇതിൽ നിന്നും നമുക്ക് കിട്ടുന്ന വരുമാനം എന്ന് പറയുന്നത്. വീടിൻ്റെ പാലുകാച്ചലിന് മുമ്പ് ഞാൻ ഒരുപാട് വർക്കുകൾ ചെയ്തിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അത് വർക്കുകളൊക്കെ ഞാൻ കുറേ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. കുറച്ചൊക്കെ അതിൻ്റെ അകത്ത് ഫ്ലവേഴ്സും അതുപോലെ ഒരു മരം തന്നെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ പെയിൻ്റ് അടിക്കുന്ന സമയത്ത് നമ്മൾ താമസിച്ചുകൊണ്ടിരുന്ന പഴയ വീട്ടിലോട്ട് ഈ വർക്കുകളെല്ലാം ചെയ്തിട്ടുള്ള എല്ലാ ക്രാഫ്റ്റും എടുത്ത് മാറ്റി വെച്ചു. കുറച്ച് ദിവസം കഴിഞ്ഞപ്പോഴത്തേക്കും അതിൻ്റെ അകത്ത് പൊടിയും കാര്യങ്ങളൊക്കെ ആവുമല്ലോ സ്വാഭാവികമായിട്ടും. അപ്പോൾ പാലുകാച്ചൽ കഴിഞ്ഞിട്ട് പതുക്കെ നമുക്ക് ഇങ്ങോട്ടേക്ക് എടുക്കാം, പതുക്കെ ആവട്ടെ പിന്നെ ആവട്ടെ എന്ന് പറഞ്ഞ് മാറ്റി വെച്ചതിന് എനിക്ക് 8ൻ്റെ പണി കിട്ടി കേട്ടോ. കാരണം അപ്പുറത്തെ വീട് പൊളിക്കുന്ന സമയത്ത് ആ വർക്കുകളൊക്കെ ചീത്തയായിപ്പോയി കേട്ടോ. അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ എടുത്ത് മാറ്റിയും തിരിച്ചുമൊക്കെ വെച്ചിട്ട് പൊട്ടിയും ഒക്കെ പോയി. കാരണം എൻ്റെ വർക്കുകൾ കൂടുതലും ചുള്ളിക്കമ്പുകളും അങ്ങനെയുള്ള ഐറ്റംസ് വെച്ചിട്ടാണ്. കമ്പിയൊക്കെ വെച്ച് ചെയ്തേക്കുന്നത് വളരെ കുറവാണ് കേട്ടോ. നമുക്ക് സുലഭമായി കിട്ടുന്ന ഐറ്റംസ് വെച്ചിട്ട് തന്നെയാണ് ഞാൻ എൻ്റെ വർക്കുകളൊക്കെ കംപ്ലീറ്റ് ചെയ്തിരുന്നത്. അപ്പോൾ പെട്ടെന്ന് ഒടിഞ്ഞും പൊട്ടിയൊക്കെ പോയിട്ടുണ്ടായിരുന്നു. ഒരുപാട് സങ്കടം തോന്നി കേട്ടോ. നമ്മൾ ചെയ്യുന്ന ഒരു കുഞ്ഞും വർക്കാണെങ്കിലും അത് നശിച്ചു പോകാമെന്ന് പറയുന്നത് നമ്മളെ സംബന്ധിച്ച് ഭയങ്കര വിഷമമുള്ളൊരു കാര്യമാണ്. അപ്പോൾ അങ്ങനെ എല്ലാ വർക്കും നശിച്ചു പോയി. പിന്നെ ഒന്നേന്ന് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളതാണ് ഈ കാര്യങ്ങളൊക്കെ. ശരിക്കും പറഞ്ഞാൽ എന്നോട് ചോദിക്കാറുണ്ട് എന്തിനാണ് ഈ ഒരു സംഭവമൊക്കെ ചെയ്ത് വെച്ചിട്ട് വീട് വെറുതെ വൃത്തികേടാക്കുന്നത്, പൊടി പിടിച്ച് പോവില്ലേ എന്നൊക്കെയുള്ള കാര്യം. അത് സത്യമാണ് കേട്ടോ. ഇതുപോലുള്ള വർക്കും കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്തിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ പൊടിയും കാര്യങ്ങളൊക്കെ വരാനുള്ള ചാൻസ് ഭയങ്കര കൂടുതലാണ്. മെയിൻ്റെനൻസ് വർക്ക് ഭയങ്കര കൂടുതലാണ് കേട്ടോ. എപ്പോഴും നമ്മളിതിൻ്റെ പുറകെ തന്നെ നടക്കണം. പക്ഷേ അതൊരു ഇഷ്ടത്തിൻ്റെ അല്ലെങ്കിൽ അത്രയും നമുക്ക് മടുക്കാത്ത കാര്യമാണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നമ്മളതിനെ തുടച്ച് വൃത്തിയാക്കി വെക്കും കേട്ടോ. അപ്പോൾ അതേപോലെ ചെയ്തെടുക്കുന്നതാണ് ഓരോ വർക്കുകളും. അതിനെന്തെങ്കിലുമൊക്കെ കാരണങ്ങൾ കൊണ്ട് നശിച്ചു പോയാൽ അത്രയധികം വിഷമവും വരും കേട്ടോ. അപ്പോൾ എങ്ങനെയുണ്ട് ഇന്നത്തെ എൻ്റെ ഈ കുട്ടി വർക്ക്? നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ? എനിക്ക് പേഴ്സണലി ഒരുപാട് ഇഷ്ടപ്പെട്ടിട്ടുള്ളൊരു വർക്കാണ് കേട്ടോ.
വീഡിയോ ഇഷ്ടപ്പെട്ടാലൊന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യട്ടോ. അപ്പോൾ ഇതുപോലുള്ള കുട്ടി കുട്ടി വർക്കുകളായിട്ട് നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം ഇൻഷാ അല്ലാ.